സുഹൃത്തുക്കളെ, ഞാൻ പലപ്പോഴും എൻ്റെ വീഡിയോസിൽ ആ ഒരു ഇലക്ഷൻ കാലത്ത് ഞാൻ പറഞ്ഞായിരുന്നു, സുധാകരൻ എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനല്ല, അല്ലെങ്കിൽ കോൺഗ്രസ് മനസ്സോടുകൂടി പ്രവർത്തിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരാളല്ല. അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു, എനിക്ക് BJPയിലേക്ക് പോകാൻ ആരുടെയും അനുവാദമൊന്നും വേണ്ട, ഞാൻ വേണമെങ്കിൽ പോയി കളയും. അന്ന് അദ്ദേഹം ചില സമയത്തെല്ലാം പറഞ്ഞിട്ടുണ്ട്, BJPക്കാർക്കും RSSനൊക്കെ സംരക്ഷണം കൊടുത്തിട്ടുണ്ട് ഞാൻ എന്നൊക്കെ വളരെ അഭിമാനത്തോടു കൂടി പറഞ്ഞ ഒരാൾ കൂടിയാണ് കോൺഗ്രസിന്റെ ആ ഒരു തലതൊട്ടപ്പനായി നിൽക്കുന്ന സുധാകരൻ എന്ന് പറയുന്ന മനുഷ്യൻ. അദ്ദേഹം ഈ ഒരു ദുരന്ത സമയത്ത് CMDRFലേക്ക്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എല്ലാവരും കൈയയച്ച് പണം അയക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്ന ഒരു വാക്ക് കേട്ട് കഴിഞ്ഞാൽ അദ്ദേഹം കേരളത്തിൽ തന്നെയുള്ള ഒരാളാണോ എന്ന് നമുക്ക് സംശയം തോന്നിപ്പോകും. കാരണം അദ്ദേഹത്തിനൊപ്പമുള്ള ആളുകളൊന്നും അത് ചെയ്തിട്ടില്ല എന്നതുകൊണ്ട്. സുധാകരൻ പറയുന്നത് ഇങ്ങനെയാണ്: ഇടതുപക്ഷത്തിന്റെ കയ്യിൽ മാസ ശമ്പളം കൊടുക്കേണ്ട കാര്യമില്ല. ഇതിന് കാരണമായിട്ടുള്ള സംഭവം എന്താ വെച്ച് കഴിഞ്ഞാല്, രമേശ് ചെന്നിത്തല തനിക്ക് കിട്ടുന്ന മാസത്തെ ഒരു ശമ്പളം കൃത്യമായിട്ടും ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് CMDRFലേക്ക്, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ CMDRFലേക്ക് കൃത്യമായിട്ടും ഈ ഒരു പ്രളയത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കപ്പെട്ട ആ ഒരു അക്കൗണ്ടിലേക്ക് താൻ തന്റെ ഒരു മാസത്തെ ശമ്പളം അടയ്ക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിന് പ്രതികരണമായിട്ട് പറഞ്ഞതാണ് സുധാകരൻ. എന്താണ്? ഇടതുപക്ഷത്തിന്റെ കയ്യിൽ മാസ ശമ്പളം കൊടുക്കേണ്ട കാര്യമില്ല എന്നാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത് ഇടതുപക്ഷത്തിന്റെ കയ്യിലേക്കാണോ? അല്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അത് സുധാകരനും അറിയാം. സുധാകരൻ എന്ന് പറയുന്ന ഈ കോൺഗ്രസ്സുകാരെന്ന് പറഞ്ഞ് നടക്കുന്ന ഈ ആട്ടിൻതോലിട്ട ഈ ഒരു മനുഷ്യനറിയാം കൃത്യമായിട്ടും ഇത് ആർക്കാണ് കൊടുക്കുന്നത്. കൃത്യമായിട്ടും ഇത് വയനാട് വേണ്ടി ഉണ്ടാക്കിയ ഒരു സെപ്പറേറ്റ് അക്കൗണ്ടിലേക്ക് തന്നെയാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. സുധാകരൻ അറിയാമായിട്ട് പോലും ഈ ഒരു ദുരന്ത സമയത്തും ഇത്തരത്തിലുള്ള ദുരന്ത വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇദ്ദേഹത്തെ കോൺഗ്രസ്സുകാരെന്ന് വിളിക്കണോ എന്ന് സംശയം തോന്നും. കാരണം ഇദ്ദേഹത്തിന് മുമ്പ് രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന മനുഷ്യൻ പറഞ്ഞിരിക്കുന്നു, എൻ്റെ മാസ ശമ്പളം ഞാൻ കൃത്യമായിട്ടും ഗവൺമെന്റിൽ അടയ്ക്കും. അദ്ദേഹം മാത്രമായിട്ട് ഞാൻ ഒരുക്കുന്നില്ല സുഹൃത്തുക്കളെ. കോൺഗ്രസ്സുകാർ ഈ സമയത്ത് നമ്മൾ അടുത്ത് പിടിച്ച് അവരെ ബഹുമാനിക്കുക തന്നെ വേണം, അവർക്കൊരു അപ്ലൗസ് കൊടുക്കുക തന്നെ വേണം. നോക്കിക്കോളൂ, മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് എല്ലാവരും പണം നൽകണം. സംസ്ഥാന സർക്കാരിനെ വിമർശിക്കേണ്ട സമയം ഇതല്ല. ഇത് പറഞ്ഞിരിക്കുന്നത് വേറെ ആരുമല്ല, VD സതീശൻ എന്നുള്ള. ഞാൻ പലപ്പോഴും ഇദ്ദേഹത്തെ വിമർശിച്ചിട്ടുള്ളതാണ്. ഇദ്ദേഹം പറയുന്ന ചില വാക്കുകളെല്ലാം അസ്ഥാനത്താണെന്നും അദ്ദേഹത്തിന് വിവരമില്ലാത്ത ജൽപ്പനങ്ങൾ ഇദ്ദേഹമൊക്കെ പറയാറുണ്ടെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഇപ്പോ അദ്ദേഹം നിൽക്കുന്നത് ഗവൺമെന്റിനൊപ്പമാണ് എന്നതിനേക്കാൾ അപ്പുറം വയനാടിനൊപ്പമാണ്. അവിടെ ദുരന്തം അനുഭവിക്കുന്ന ആ ഒരു പാവപ്പെട്ട ജനങ്ങൾക്കൊപ്പമാണ് ഇപ്പോൾ VD സതീശൻ എന്ന് പറയുന്ന ആ ഒരു കറകളഞ്ഞ കോൺഗ്രസ്സുകാരൻ ഞാൻ ഈ ഒരു നിമിഷം വിളിക്കട്ടെ, ആ ഒരു നല്ല കോൺഗ്രസ്സുകാരൻ നിൽക്കുന്നത്. അത് മാത്രമായിട്ട് അദ്ദേഹം അവസാനിപ്പിക്കുന്നില്ല. കോൺഗ്രസ് ഇപ്പോൾ വയനാടിന് വേണ്ടിയിട്ട് ബാക്കി വെക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ദുരന്തബാധിതർക്ക് 100-ലേറെ വീടുകൾ വെച്ച് നൽകും. യൂത്ത് കോൺഗ്രസ് 30 വീടുകളും 50 കുടുംബങ്ങൾക്കുള്ള വീട്ടുപകരണങ്ങളും നൽകും. മുഴുവൻ കുട്ടികളുടെയും വിദ്യാഭ്യാസ ചെലവ് ഏറ്റെടുക്കും. ഇത് ഏറെ പിന്നെ എന്താണ് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത്? കൃത്യമായിട്ടും പറയാം, ഇത് നല്ല ഒരു രാഷ്ട്രീയം തന്നെയാണ്. പക്ഷേ അപ്പോഴും കോൺഗ്രസിനെ നാണക്കേടാക്കി, കോൺഗ്രസിന് അപമാനമായിട്ട് ഇത്തരത്തിലുള്ള സുധാകരനെ പോലുള്ള ആളുകൾ അതിനിടയിൽ ഉണ്ട് എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പുഴുക്കുത്തുകൾ. ഇത്തരക്കാരെ നിയന്ത്രിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഇനിയുള്ള വരും കാലങ്ങളിലും കോൺഗ്രസ് ആരാണെന്നും എന്താണെന്നും കൃത്യമായിട്ടും ആളുകൾക്ക് ചില തോന്നൽ ഉണ്ടാവുന്ന രീതിയിലും അത് ഭാവിയിൽ പ്രതിഫലിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് ഇതിനൊക്കെ ഒരു യാഥാർത്ഥ്യം. ഈ ഒരു ദുരന്ത സമയത്തെങ്കിലും സുധാകരനെ പോലുള്ള ആളുകൾ ഈ ഒരു ഭരണത്തിനോടൊപ്പം, ഈ ഒരു ഭരണ രീതിയോടൊപ്പം, ഈ ഒരു സിസ്റ്റത്തോടൊപ്പം, വയനാട്ടിനൊപ്പം, അവിടുത്തെ പിഞ്ചു കുഞ്ഞുങ്ങൾക്കൊപ്പം, അവിടുത്തെ ജനങ്ങൾക്കൊപ്പം നിൽക്കേണ്ടതല്ലേ എന്നുള്ള ന്യായമായ സംശയമാണ് എനിക്കുള്ളത്. നിങ്ങൾ ഉത്തരങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് സുഹൃത്തുക്കളെ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.